രാമേന്ദ്രൻ, നമ്മുടെ അതിർത്തി വളരെ സംഘർഷഭരിതമാണ് എന്ന് എല്ലാ ദിവസവും വാർത്തകളിൽ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലെ സർവ്വസൈന്യാധിപന്മാരെ മുഴുവനും വിളിച്ച് ഒരു മീറ്റിംഗ് നടത്തുകയുണ്ടായി. ആ മീറ്റിംഗ് വളരെ നിർണായകമാണ്. ആ മീറ്റിങ്ങിൽ അദ്ദേഹം പറഞ്ഞ വാചകങ്ങൾ അതിനേക്കാൾ നിർണായകമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. യു ഹാവ് ഓപ്പറേഷണൽ ഫ്രീഡം എന്ന് മേധാവികൾക്ക് അദ്ദേഹം അനുവാദം കൊടുത്തിരിക്കുന്നതെന്നാണ് മനസ്സിലായത്. എന്താണ് അതിൻ്റെ വരാൻ പോകുന്നതായിട്ടുള്ള പ്രതികരണങ്ങൾ എന്തായിരിക്കും? അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 3 സേനാ മേധാവികളുമായിട്ട് പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തുന്ന ആദ്യ സന്ദർഭമാണ് ഈ പശ്ചാത്തലത്തിൽ. അപ്പോൾ അവരോട് നിങ്ങൾക്ക് ഓപ്പറേഷണൽ ഫ്രീഡം ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ചെയ്യാവുന്ന സ്വാതന്ത്ര്യമുണ്ട് നിങ്ങൾക്ക്, പക്ഷേ ലക്ഷ്യം നമുക്ക് ഇതാണ്. അതാണ് ഇനി പാകിസ്ഥാൻ ഈ ഭീകരപ്രവർത്തനവുമായിട്ട് അതിർത്തി കടന്ന് ഇങ്ങോട്ട് നുഴഞ്ഞു കയറാൻ പാടില്ല. അതാണ് നമ്മുടെ ലക്ഷ്യം. ഇത് വാർത്തകളിൽ വന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ആ ലക്ഷ്യം ഫിക്സ് ചെയ്ത ശേഷം പറയുകയാണ് ഫോർ ദാറ്റ് യു ഹാവ് ഓപ്പറേഷണൽ ഫ്രീഡം എന്നുള്ളതാണ്. അത് കൃത്യമായിട്ട് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു ലക്ഷ്യം വേണം, ആ ലക്ഷ്യം സാധിക്കാനായിട്ടുള്ള പദ്ധതി വേണം, ആ പദ്ധതി നടപ്പാക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. നമ്മളൊരു ജനാധിപത്യ രാജ്യമാണ്. പാകിസ്ഥാനെ പോലെ ഒരു പട്ടാള ആധിപത്യമുള്ള, ഇടയ്ക്കിടയ്ക്ക് പട്ടാള അട്ടിമറികൾ നടക്കുന്ന സ്ഥലമൊന്നുമല്ല. അപ്പോൾ നമ്മളുടെ ജനാധിപത്യ സെറ്റപ്പിൽ ലക്ഷ്യം അങ്ങോട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ്. നമുക്ക് ഇനി ഉണ്ടാകരുത്, നമുക്കിവിടെ നമ്മുടെ ജനാധിപത്യം പുലരണം, ആളുകൾ സമാധാനത്തോടു കൂടി ജീവിക്കണം, അയലത്ത് ഇങ്ങനൊരു ഭീകര രാഷ്ട്രത്തിൻ്റെ ആവശ്യമില്ല. നമ്മളൊരു ടെററിസ്റ്റ് സ്റ്റേറ്റായിട്ട് പാകിസ്ഥാനെ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. ഇതെന്തുകൊണ്ടാണെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഭീകര രാഷ്ട്രമായിട്ട് നമുക്ക് പാകിസ്ഥാനെ പ്രഖ്യാപിക്കാവുന്നതാണ്. ചെറിയ കച്ചവടങ്ങളൊക്കെ വലിയ തോതിലല്ലെങ്കിലും ഇപ്പോഴും അങ്ങോട്ട് കയറ്റി അയക്കൽ കുറച്ചേ ഉള്ളൂ നമ്മൾ. പക്ഷെ അവിടെ നിന്ന് അല്ല, നമ്മൾ കയറ്റി അയക്കുന്നുണ്ട് കൂടുതൽ. അവരിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ നമ്മൾ വാങ്ങാറുണ്ട്. എനിക്ക് ഏതാണ്ട് ഒരു 10,000 കോടി രൂപയുടെ സാധനങ്ങളൊക്കെ ചെറിയതേ ഉള്ളൂ, ചെറിയ കച്ചവടമാണ്. പക്ഷെ ഒരു ടെററിസ്റ്റ് സ്റ്റേറ്റ് ആയിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത്തരം കാര്യങ്ങളൊന്നും നടക്കാൻ സാധ്യതയില്ല. വേറെ കുറെ കാര്യങ്ങൾ നമുക്കുണ്ട്. ഇപ്പോൾ ഈ മറ്റേ ഗുരുദ്വാര കർത്താർപൂർ ഇല്ലേ, അപ്പുറത്ത് ഗുരുദാസ്പൂരിലുള്ള ആളുകൾക്ക് ഈ കർത്താർപൂർ ഗുരുദ്വാരയിൽ പോയി മറ്റേ ആരാധന നടത്താനും അങ്ങനത്തെ ചില സൗകര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും പല കാര്യങ്ങളും നോക്കിയിട്ടായിരിക്കും പല കാര്യങ്ങളും. അതായത് ഈ 2 രാഷ്ട്രങ്ങളുടെയും ഒരു പൊതു സ്വഭാവം എന്ന് പറയുന്നത് നമ്മുടെ വിഭജനമായിട്ട് രൂപപ്പെട്ടതാണ്. അപ്പോൾ ഒരുപാട് ആളുകൾ സിഖുകാരൊക്കെ തന്നെ ഇവിടെയുണ്ട്, അവിടെയുണ്ട്, ബന്ധുക്കളുണ്ട്. വലിയ പ്രശ്നമാണ് ശരിക്കും പറഞ്ഞാൽ. ഈ 2 രാഷ്ട്രങ്ങൾ വിഭജിക്കപ്പെട്ട അന്ന് മുതലുള്ള പ്രശ്നങ്ങളാണത്. അതിപ്പോഴും തുടരുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഒരു കോർണറിൽ സർക്കാർ അതിനെ വളരെ സോഫ്റ്റായിട്ടുള്ള ഒരു ഡീലിംഗ് നടത്തുന്നുണ്ടെന്നാണ് നമ്മൾ കണക്കാക്കുന്നത്. അതുകൊണ്ടാണ് അവരെ ഒരു തെമ്മാടി രാഷ്ട്രം എന്ന് സമ്പൂർണ്ണമായിട്ട് പ്രഖ്യാപിക്കാതെ, അല്ലെങ്കിൽ ഭീകര രാഷ്ട്രം എന്ന് പ്രഖ്യാപിക്കാതെ ഇന്ത്യക്ക് എപ്പോഴും നമ്മൾ ഐക്യരാഷ്ട്രസഭയിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞു. അതെ, അത് കൺട്രി, ടെററിസ്റ്റ് കൺട്രി എന്നല്ല. അതെ, ഇപ്പോൾ അങ്ങനെയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് അങ്ങനത്തെ ഒരു പ്രയോഗം വന്നത്. അതിക്കുമ്പോൾ ഉണ്ടായിരുന്നില്ല. കാരണം ഇതത്രമാത്രം നമുക്ക് വേദന ഉണ്ടാക്കുന്നൊരു സംഭവമാണ്. അതുകൊണ്ട് നമ്മളതിൻ്റെ മാക്സിമത്തിലേക്ക് പോകുന്ന വഴിക്കൊരടി എന്ന് മാത്രമേ അതിനെ കണക്കാക്കിയാൽ മതി. പക്ഷേ ഇനി സംഭവിക്കാൻ പോകുന്നത് എന്താണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾ അവരെ ടെററിസ്റ്റ് സ്റ്റേറ്റായിട്ട് പ്രഖ്യാപിക്കണം വേണ്ടെന്ന് തീരുമാനിക്കുന്നത്. എന്തായാലും നമ്മളുടെ ലക്ഷ്യം ഇതാണെന്നുള്ള കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനുള്ള സ്വാതന്ത്ര്യം മാത്രമാണ് പട്ടാളത്തിന് കൊടുത്തിട്ടുള്ളത്. അതെ, ഈ പാകിസ്ഥാനിൽ പക്ഷെ അങ്ങനെയല്ല. പാകിസ്ഥാനിൽ ശരിക്കും അതൊരു പട്ടാള ഭരണകൂടമാണ് പല ഘട്ടങ്ങളിൽ. അപ്പോൾ അവന് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാം. ഇപ്പോഴും മാത്രമല്ല, എന്നും എൽക്കാലത്തും ജനാധിപത്യത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു രാഷ്ട്രമാണ്. അപ്പോൾ നമ്മളുടെ തീരുമാനം ജനങ്ങളുടെ തീരുമാനമാണ്, അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ക്യാബിനറ്റും അടങ്ങുന്ന തീരുമാനമാണ് പ്രധാനപ്പെട്ട തീരുമാനം. ആ തീരുമാനം നടപ്പാക്കിയാൽ മാത്രം മതി സൈന്യം. പക്ഷേ ഇവിടെ ഓഫ് ഹാൻഡായിട്ട് അവർക്ക് ഓപ്പറേഷണൽ ഫ്രീഡം കൊടുത്തിട്ടുണ്ട്. അത് ചെറിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത് ചെറിയ കാര്യമല്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ
നമ്മൾ ഈ മോദിയും ധോവലും എല്ലാം അങ്ങനെയുള്ള ഒരു സംയുക്ത സേനാ മേധാവിയും എല്ലാം കൂടിയിട്ടൊരു സർജിക്കൽ സ്ട്രൈക്ക് മാത്രമാണല്ലോ തീരുമാനിച്ചിരുന്നത് ഈ പുൽവാമ നേരത്തെ 2019 ഒരു സർജിക്കൽ സ്ട്രൈക്കിൽ അത് ഒതുങ്ങുമായിരുന്നു. പക്ഷേ അത്രയും പരിമിതപ്പെടുത്തുന്നതല്ല ഈ മോദി പറഞ്ഞ വാചകം. അതാണ് അതിൻ്റെ പ്രാധാന്യം. ഓപ്പറേഷണൽ ഫ്രീഡം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് LOC കടക്കണോ, അതിർത്തി കടക്കണോ, നിയന്ത്രണ രേഖ ലംഘിക്കണോ, അല്ലേ, അങ്ങോട്ട് പോയി അടിക്കണോ, അതെങ്ങനെ വേണം, സർജിക്കൽ പരിമിതമാകണം എന്നില്ല എന്ന് അതിനർത്ഥം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതായത് അത് തന്നെയാണ് എൻ്റെ വ്യാഖ്യാനം. കാരണം എന്ന് വെച്ചാൽ അല്ലെങ്കിൽ അങ്ങനെ അവർ പറയേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ അവർക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു സർജിക്കൽ സ്ട്രൈക്കിന് നിർദ്ദേശം കൊടുക്കുക, ഒരടിയൊക്കെ കഴിഞ്ഞിട്ട് പോകുന്നുള്ള വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതല്ല, ഇത് അങ്ങനെ ഒരു ഓപ്പറേഷൻ ആരംഭിച്ചു കഴിഞ്ഞാൽ അത് നീണ്ടുപോകാൻ വരെയുള്ള സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് 3 സേനാ മേധാവികളും വന്ന സ്ഥിതിക്ക് 3 സേനകളും അടങ്ങുന്ന ഓപ്പറേഷൻ ആയിരിക്കും അല്ലോ ഈ ആലോചിക്കുന്നത്. കാരണം കരസേന എന്തെങ്കിലും ചെയ്യുമ്പോൾ കരസേനയ്ക്ക് വ്യോമസേനയുടെ അകമ്പടി വേണം, പിന്നെ നാവികസേനയുടെ സപ്പോർട്ട് വേണം. അപ്പോൾ ഈ സേനാ മേധാവികളെല്ലാം കൂടി ചേർന്നിട്ടൊരു സംയുക്ത ഓപ്പറേഷൻ പദ്ധതി തയ്യാറാക്കുകയും ലക്ഷ്യം കണ്ടെത്തുകയും വേണം എന്നുള്ളതാണ്. ലക്ഷ്യം എന്ന് പറയുന്നത് ഇപ്പോൾ പിയേഴ്സൺ എന്താണ് തോന്നുന്നത്, നമ്മൾ POK പിടിക്കും അങ്ങനെ ഒരു ആലോചന ഉണ്ടാകാം എന്നാണോ, അതിൻ്റെ അപ്പുറത്തേക്കും അത് പോകാം എന്നാണോ? അല്ല, ഈ നീക്കങ്ങളൊക്കെ നടക്കുന്ന സമയത്തെ അത് ചർച്ചകളിലേക്ക് പോകാനും കൂടിയുള്ളൊരു സാധ്യതയുണ്ട്. കാരണം യുദ്ധം ആത്യന്തികമായിട്ട് നമ്മളവരെ ആക്രമിച്ചാൽ തന്നെ നമുക്കും കൂടെ നഷ്ടങ്ങൾ അതിൻ്റെ അകത്ത് സംഭവിക്കില്ല. പ്രത്യേകിച്ച് സാമ്പത്തിക നഷ്ടം, പ്രത്യേകിച്ച് നമ്മുടെ സമൂഹത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ നേരിടാൻ പോകുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെ സർക്കാരിൻ്റെ മുന്നിലും ഉണ്ടാവും. പക്ഷേ ഇപ്പോൾ ചെയ്തിരിക്കുന്ന കാര്യത്തിന് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ അതും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം സർക്കാരിനെതിരെ പറയാവുന്ന കാര്യമായി മാറും. അതുകൊണ്ട് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. പക്ഷേ അത് ഈ POK പിടിക്കുക എന്തെങ്കിലും ചെയ്യല്ല. നമ്മളിപ്പോൾ ഈ ജലകരാറ്, നദി ജലകരാറ് റദ്ദാക്കിയത് തന്നെ അവരൊരു യുദ്ധസമാനമായ സാഹചര്യമായിട്ട് എടുത്തിട്ടുണ്ടല്ലോ. അതൊരു വലിയ തീരുമാനമായിരുന്നു അത്. അല്ല, അതെ. അപ്പോൾ അത്ര വലിയ തീരുമാനം പക്ഷെ ആ തീരുമാനത്തിന് ശേഷവും നമ്മൾ ഒരു അതായത് ആക്രമണം യുദ്ധത്തിന്റെ രീതിയാണ് നമ്മൾ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളല്ലാണ്ട് റെസിസ്റ്റൻസിലല്ലത്. ഒരറ്റാക്ക് കഴിഞ്ഞ് വേറൊരു അറ്റാക്ക്, അങ്ങനെ പല തരത്തിലും പാകിസ്ഥാനെ അറ്റാക്ക് ചെയ്ത് ശ്വാസം മുട്ടിക്കുക എന്ന് പറയുന്ന ഒരു സമീപനമായിരിക്കും. പക്ഷേ ഇത് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നത് ലോകരാഷ്ട്രങ്ങളുടെ എല്ലാം വളരെ അനുകൂലമായിട്ടുള്ള ഒരു സപ്പോർട്ട് നേടിയെടുത്തതിന് ശേഷം അടിച്ചു കഴിഞ്ഞാൽ ആരും കാര്യമായിട്ട് എതിർക്കാനുണ്ടാവില്ല. ലോകരാജ്യങ്ങളുടെ ഒക്കെ പിന്തുണ നമുക്ക് ഉണ്ട്, നമ്മൾ ചോദിക്കാതെ തന്നെ എല്ലാവരും. കാരണം ഈ സഖ്യങ്ങളുണ്ടല്ലോ, രാജ്യങ്ങൾ തമ്മിലുള്ള സഖ്യങ്ങൾ, ആ SCO, G7 ഇങ്ങനെ ഒരുപാട് സഖ്യങ്ങളുണ്ടല്ലോ. ആ സഖ്യങ്ങൾ ഒക്കെ നോക്കിയാലും നമുക്ക് അറിയാം, അവരുടെ എല്ലാം സംയുക്ത പ്രഖ്യാപനങ്ങൾ ഉച്ചകോടിക്ക് ശേഷം വരുമ്പോൾ ഈ ഭീകരതയ്ക്കെതിരെ നമ്മൾ സംയുക്ത പോരാട്ടം നടത്തണമെന്ന് എല്ലാവരും പറയാറുണ്ട്. ഇതിൻ്റെ അകത്തൊക്കെ പാകിസ്ഥാൻ്റെ പേര് വരാറുണ്ട്. ചൈന കൂടി ഉൾപ്പെട്ട ഉച്ചകോടികളിലും പാകിസ്ഥാനിൻ്റെ ഈ ഭീകരത ചർച്ചയാകാറുണ്ട്. അല്ല, ഈ ഭീകരതയെ ന്യായീകരിച്ചുകൊണ്ട് ആർക്കും ലോകത്ത് നിൽക്കാൻ പറ്റില്ല. കാരണം അത് എല്ലാവരും എതിർക്കുന്നതും എല്ലാവർക്കും എതിർക്കേണ്ടതുമായൊരു കാര്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യക്ക് അനുകൂലമായ അഭിപ്രായങ്ങൾ എല്ലായിടത്തും വന്ന് വളരെ പാകമായി നിൽക്കുന്ന സമയത്ത് ഒരടിയെ കൊടുത്താൽ അത് കൊള്ളാം എന്നായിരിക്കും എല്ലാവരും പറയുക. അങ്ങനത്തെ ഒരു സമീപനത്തിലേക്ക് അത് പോകും. POK പിടിക്കുന്നതിലുള്ള പ്രശ്നം, POKയിൽ കുറേ സ്ഥലമൊക്കെ ചൈനയ്ക്ക് ലീസിനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ പിടിക്കുമ്പോൾ അത് പെട്ടെന്നൊരു ശത്രുവിനെ നമ്മൾ കയ്യിലേക്ക് വാങ്ങേണ്ട കാര്യമില്ല. യുദ്ധത്തിൽ എപ്പോഴും അങ്ങനെയാണ്, ശത്രുവിൻ്റെ എണ്ണം കുറച്ച് വെക്കുന്നതാണ് ബുദ്ധി. നമുക്ക് അടിക്കേണ്ടവനിട്ട് അടിച്ചാൽ മതി. അപ്പോൾ POK തന്നെ ഒരു പാർട്ട് അടിച്ചെടുക്കുമോ, എന്തായിരിക്കും അതിൻ്റെ ഒരു സാധ്യത? അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ POKയിലെ കശ്മീരിൽ തിരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ നമ്മൾ POKയിൽ 24 സീറ്റ് ഒഴിച്ചിട്ടിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. POK മുഴുവൻ നമ്മളുടേതാണെന്നുള്ള കാഴ്ചപ്പാടിൽ ഒരു മാറ്റവും അതിൻ്റെ അകത്ത് ഉണ്ടാവില്ല. പക്ഷേ POK ഈ പിടിക്കുന്നത് എന്ന് പറഞ്ഞത്
വളരെ എളുപ്പമാണെന്നൊക്കെ ധരിക്കുന്നതിലൊന്നും കാര്യമുണ്ടെന്ന് കഥയില്ല. തോന്നുന്നില്ല. കാരണം ഈ പീർ പഞ്ചൽ എന്ന് പറഞ്ഞിട്ട് ഈ പഹൽഗാം ആ ഭാഗത്തുള്ള ആ മലനിരയുണ്ടല്ലോ, അത് 1965 നമ്മൾ പ്രയാസപ്പെട്ട് തന്നെ പിടിച്ച മലനിരയാണ് പീർ പഞ്ചൽ എന്ന് പറയുന്നത്. പക്ഷേ 1966 ജനുവരിയിൽ താഷ്കൻഡിൽ നടന്ന കരാറിൽ തൽസ്ഥിതി നിലനിർത്താൻ മുമ്പത്തെ യുദ്ധത്തിന് മുമ്പ് എന്തായിരുന്നോ സ്ഥിതി അത് നിലനിർത്താൻ തീരുമാനിച്ച് ഒപ്പിട്ട് കൊടുത്തു. ഒപ്പിട്ട് കൊടുത്തിട്ട് ലാൽ ബഹദൂർ ശാസ്ത്രി മരിച്ചു പോവുകയും ചെയ്തു. കൊന്നതാണെന്നുള്ള വിശ്വാസമുണ്ട്. നമ്മളത് വിട്ടു കൊടുക്കാൻ പാടില്ലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ആ പീർ പഞ്ചൽ മുഴുവൻ നമ്മുടെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ POKയിലേക്കുള്ള ആക്സസ് വളരെ എളുപ്പമായിരുന്നു നമുക്ക്. ഇനി ഇതൊക്കെ പിടിച്ചിട്ട് വീണ്ടും ആക്സസൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ട് കുറച്ച് ദിവസം ഒക്കെ പോകുന്ന കാര്യമാണ്. പക്ഷേ POK നമ്മുടെ കയ്യിലേക്കൊക്കെ വരാനുള്ള വേറെ എളുപ്പമാർഗങ്ങൾ എന്താണ്? വേറെ മർമ്മത്ത് കയറി അടിച്ചാലും മതി. വേറെ മർമ്മത്ത് കയറി അടിച്ചിട്ട് അതിനെ 2 1971 ഇനി 2 അല്ല 4 ആവുന്നു എന്നുള്ള അവസ്ഥ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇതിങ്ങോട്ട് തരുന്ന കരാറിലൊക്കെ ഒപ്പിടിക്കാവുന്നതല്ലേ ഉള്ളൂ. അല്ലാതെ ഇപ്പോഴുള്ള സാധ്യത കൂടുതൽ അതാണ്. കാരണം ബംഗ്ലാദേശിൻ്റെ ഒരു സ്ഥിതി നമുക്കറിയാം, വളരെ പരിതാപകരമാണ്. അപ്പോൾ പാകിസ്ഥാനിൽ ആണ് ഇപ്പം ഈ എനിക്ക് ഉള്ള സാധ്യത. അതായത് ഒരു യുദ്ധത്തിലേക്ക് നമ്മൾ കയറി കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി അവിടെ നിന്ന് പാകിസ്ഥാനിട്ട് പണിയും, ഉറപ്പാണ്. പിന്നെ ഖൈബർ പക്തൂൺവ അടിക്കുന്നുള്ളത് ഉറപ്പാണ്. പിന്നെ മറ്റേ താലിബാൻ അവരിപ്പോൾ തന്നെ അവിടെ നല്ല രീതിയിൽ കലാപം നടത്തുന്നതാണ്. അപ്പോൾ അങ്ങനെ വലിയ സാധ്യത. അപ്പോൾ 1971 അവസ്ഥയല്ല പാകിസ്ഥാനിൽ, ചെതറി നിൽക്കുകയാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് പുഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ കിട്ടുന്ന പരുവത്തിലാണ്. പിന്നെ നോക്കിയാൽ പോരെ POK. അത് മതി. നേരിട്ട് POK മറ്റേ പ്രോബ്ലം അവസാനിപ്പിക്കാനായിട്ട് ചൈനയുമായിട്ടും ഒരു സംഭാഷണമൊക്കെ നടത്തി. അവർക്ക് ലീസിന് ആ സ്ഥലം കിട്ടിയതല്ല, അത് പാകിസ്ഥാൻ കൊടുത്തതല്ലേ. നമ്മളുടെ ഇന്ന് കട്ടെടുത്ത സ്ഥലമാണെന്ന് ജയശങ്കർ വിദേശകാര്യമന്ത്രി പറയാറുണ്ട്. നമ്മുടെ സ്ഥലം കട്ടെടുത്തവർക്ക് ഒപ്പിട്ട് കൊടുക്കാൻ അവകാശമുണ്ടോ? അല്ല, നമ്മളുടെ ഈ നയതന്ത്ര സമീപനത്തിൻ്റെ പ്രശ്നം വെച്ചാൽ അവരുമായിട്ട് ഒരു നേരിട്ട് ഫൈറ്റ് ആവശ്യമില്ലാത്ത കാര്യമാണല്ലോ. ആവശ്യമുണ്ടെങ്കിൽ മാത്രമാണല്ലോ അവരുടെ യുദ്ധത്തിനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിയിട്ടുള്ള നീക്കങ്ങളായിരിക്കാം. ശരിയായിരിക്കും, വേറെ സ്ഥലത്തായിരിക്കും അടി കിട്ടുക. ആളുകൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്തായിരിക്കില്ല വെടിപൊട്ടുക. വേറെ തുറമുഖങ്ങളിലും ഒക്കെ ആയിരിക്കും വെടിപൊട്ടുന്നത്. പിന്നെ ആണവ നിലയങ്ങളും ഒക്കെ ഉണ്ട് അവിടെ. മർമ്മത്ത് കൊടുത്താൽ മതി. കാത്തിരുന്ന് കാണാൻ തരും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.